ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നലെ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു. പ്രിലിംസ് 2024 റിസൾട്ട് വന്നു. അപ്പോൾ പ്രിലിംസ് പാസ്സായവർക്ക് എല്ലാവർക്കും എൻ്റെ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളിനി മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി 2 സ്റ്റെപ്പും കൂടിയേ ഉള്ളൂ. മെയിൻസ്, ഇൻ്റർവ്യൂ. അത് രണ്ടും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസിൽ റാങ്ക് പട്ടികയിൽ കയറാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ മെയിൻസിന് നിങ്ങൾക്ക് അറിയാമല്ലോ, മെയിൻസ് ഈസ് ഓൾ അബൌട്ട് റൈറ്റിംഗ്. നിങ്ങൾക്ക് എത്രത്തോളം എഴുതി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. അത്രത്തോളം നിങ്ങൾക്ക് മെയിൻസിന് അത് ഗുണം ചെയ്യും. പിന്നെ പ്രിലിംസ് ഇപ്രാവശ്യം കിട്ടാത്തവരോട് ഒന്ന് പറയാനുള്ളൂ, നിങ്ങൾ കുറച്ച് ടൈം, നിങ്ങൾക്ക് വേണ്ട കുറച്ച് ടൈം നിങ്ങൾ സ്റ്റഡീസ് ചെയ്യുന്ന ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് ഓക്കെ ആയി കഴിയാൻ നേരത്ത് നിങ്ങൾ ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ സ്റ്റഡീസിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് എന്താണോ മിസ്റ്റേക്ക് പറ്റിയത്, എന്താണോ പോരായ്മ വന്നത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ, അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളത് സോൾവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ അറ്റംപ്റ്റ് കൊടുക്കുക. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വീഡിയോയിലോട്ട് എടുക്കട്ടെ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ റിക്വസ്റ്റ് എന്താ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഓൺലൈൻ സോഴ്സസിനെ കുറിച്ച് പറയാനായിരുന്നു പറഞ്ഞത്. സോ അപ്പോൾ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിബാണ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്നതാണ്. വെരി യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഓരോ മിനിസ്ട്രിയുടെയും അന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ന്യൂസസ് നിങ്ങൾക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ കിട്ടും. സോ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ അത് കോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയെന്ന് അതിൽ കണ്ടു, ഇതിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ. സോ ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വാല്യൂ അഡീഷനിലോട്ട് നമുക്ക് ഒരു ഡയറിയൊക്കെ എടുത്തിട്ട് ഈ ഡാറ്റ നമുക്ക് അതിലേക്ക് എഴുതി വയ്ക്കാം കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് GK ടുഡേ ആണ്. ഇതിൽ ഡെയിലി നമ്മുടെ കറണ്ട് അഫയേഴ്സിനായിട്ട് ബന്ധപ്പെട്ട MCQs അവർ പോസ്റ്റ് ചെയ്യും GK ടുഡേയിൽ. സോ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, MCQs എവിടെ കണ്ടാലും UPSC റിലേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്യും. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം മിക്കതും എനിക്ക് അറിയില്ലാത്തതായിരിക്കും MCQs. ചിലപ്പോൾ ഞാൻ വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് ഒരു ഐഡിയ പോലും ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും ഞാനത് അറ്റംപ്റ്റ് ചെയ്യും. സോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് നോളേജാണ് നമുക്ക് തരുന്നത്. മിക്കതും എൻ്റെ തെറ്റായിരിക്കും, പക്ഷേ എന്നാലും ഞാൻ അറ്റംപ്റ്റ് ചെയ്യും. പക്ഷേ ആ തെറ്റിയതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത്. അത് കാരണം ഞാൻ ഈ GK ടുഡേയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ MCQs ഞാൻ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. അതൊരു സോഴ്സാണ്. പിന്നെ വേറൊരു ഞാൻ MCQs നോക്കുന്നത് IAS ബാബയുടെയാണ്. IAS ബാബയുടെ MCQs നോക്കാറുണ്ട്. ഡെയിലി 3 MCQs അവർ ഇടാറുള്ളൂ, പക്ഷേ ഞാൻ അത് നോക്കാറുണ്ട്. അവരുടെ കറണ്ട് അഫയേഴ്സ് ഇന്നും ഞാൻ നോട്ട് മേക്ക് ചെയ്യാറില്ല, പക്ഷേ ജസ്റ്റ് വായിച്ച് പോകാറുണ്ട്. പിന്നെ വായിച്ചിട്ട് അവരുടെ MCQs ഞാൻ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്, IAS ബാബയുടെ. പിന്നെ അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് ഇൻസൈറ്റ് ഓൺ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അതിൽ എപ്പോഴും ഇൻസൈറ്റ് ഓൺ ഇന്ത്യയിൽ എപ്പോഴും മെയിൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അവർ അപ്ലോഡ് ചെയ്യും. എന്നാ പറയുക, പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ബേസിസിലുള്ള മെയിൻസിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അവർ തരും. സോ ഇതൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്. കാരണം നമ്മളൊരു കറണ്ട് അഫയേഴ്സ് വായിച്ച് കഴിഞ്ഞിട്ട് പോയി ഇത് നോക്കാൻ നേരത്തെ, ഇവിടെ ഈ മെയിൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ നോക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ അതിൽ തന്നെ ആ ക്വസ്റ്റ്യന് താഴെ തന്നെ അവർ എഴുതിയിട്ടുണ്ടാവും, ഐഡിയാസ് പോലെ കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇൻട്രൊഡക്ഷൻ പറ്റിയ ഇങ്ങനൊരു ഐഡിയ, ഇങ്ങനെയൊക്കെ എഴുതണം എന്നൊരു ഐഡിയ പോലെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ബോഡി, അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വേണം കുറച്ചൊരു ഐഡിയ. പിന്നെ കൺക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ചില കാര്യങ്ങളുണ്ട്, എക്സ്പ്ലെയിൻ, കമൻറ്റ്, അനാലിസിസ്, അങ്ങനത്തെ കുറച്ച് കീവേഡ്സ് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ അതിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവരതിൽ പറഞ്ഞിട്ടുണ്ടാവും. സോ എനിക്കത് മെയിൻസ് ക്വസ്റ്റ്യൻസ്, മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിന് നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻസൈറ്റ് ഓൺ ഇന്ത്യ. ഞാൻ എപ്പോഴും അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഫോറം IASും വിഷൻ IASും ഡെയിലി കറണ്ട് അഫയേഴ്സിന് ഞാൻ നോക്കാറുണ്ട്. വിഷൻ IASും ഫോറം IASും. ഞാൻ വിഷൻ IASിൻ്റെ മന്ത്ലി മാഗസിനാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും ഫോറം IASിൻ്റെ 9 PM കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഒരു 9 മണിക്ക് അവർ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നൊരു സെക്ഷൻ ഉണ്ട്. സോ
ഞാനത് ഫോളോ ചെയ്യാറുണ്ട്, അത് നോക്കാറുണ്ട്. അത് നോക്കിയിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എനിക്ക് ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും ഇപ്പോൾ കുറച്ച് ഇടയായിട്ട് ന്യൂസിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചിട്ട് ഫോറം IAS ഒരു ഇത് വന്നപ്പോൾ 9 PM കറണ്ട് അഫയേഴ്സിൻ്റെ ഇത് വന്നപ്പോൾ അത് ഞാനെടുത്ത് നോട്ടാക്കി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജോഗ്രഫി ആൻഡ് എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് PMFIASൻ്റെ ഇതാണ് കേട്ടോ. PMFIASൻ്റെ നോട്ട്സ് ഞാൻ നോക്കാറുണ്ട്, ജോഗ്രഫിക്കും എൻവയോൺമെൻറ്റിനും വേണ്ടിയിട്ട് നോക്കാറുണ്ട്. ഞാൻ എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് നോക്കുന്ന ഒരു ഇതാണ് മറ്റേ ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞ സൈറ്റ് ഞാൻ എപ്പോഴും നോക്കാറുണ്ട് എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട്. എൻവയോൺമെൻറ്റ് റിലേറ്റഡ് കുറച്ച് ചിലപ്പോൾ അതിൽ വരുമല്ലോ, അപ്പോൾ ഞാനത് നോക്കാറുണ്ട്, വായിച്ച് നോക്കാറുണ്ട്. അതിൽ ഡേറ്റാസ് എടുത്തിട്ട് ഞാൻ എൻ്റെ വാല്യൂ അഡീഷൻ ഇതിലോട്ട് ഞാൻ എഴുതി വെക്കാറുണ്ട് കേട്ടോ. സോ ഡൗൺ ടു എർത്താണ് നെക്സ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സസിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പ്രത്യേകം ഒരാളുടെ ക്ലാസ്സസ് മാത്രം നോക്കത്തില്ല. ഞാൻ അങ്ങനെ നോക്കുന്നത് ഇത് മാത്രമാണ് നോക്കുന്നത്, അത് CSATന് വേണ്ടിയിട്ടാണ്. പ്രത്യേകം ഒരു ക്ലാസ് തന്നെ നോക്കുന്നത്, അത് ഇപ്പം ഞാൻ നോക്കുന്നത് സ്റ്റഡി ഐക്യൂടെ ക്ലാസ്സസാണ്, CSATൻ്റെ ക്ലാസ്സസാണ് ഞാൻ നോക്കുന്നത്. അതിൽ അത്ര 109 വീഡിയോസ് എങ്ങാണ്ടുണ്ട് CSAT റിലേറ്റഡ് ആയിട്ടുള്ള. ഞാൻ ആ വീഡിയോസ് നോക്കാറുണ്ട്. 109 ആണെന്ന് തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. സ്റ്റഡി ഐക്യൂടെ ക്ലാസ്സസ് ഞാൻ നോക്കാറുണ്ട്, അതാണ് ഞാൻ CSATന് വേണ്ടി നോക്കുന്നത്. ഇതൊരു പ്രമോഷണൽ വീഡിയോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ നോക്കുന്നത് ഓരോ സബ്ജക്റ്റിനും ഇൻ കേസ് എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ടോപ്പിക്ക് ടൈറ്റിൽ, ഇപ്പോൾ ക്ലൈമറ്റോളജിയാണ് എനിക്ക് ഡൗട്ട് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ക്ലൈമറ്റോളജി UPSC എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സസ് കാണാം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്. സോ അത് നോക്കാറുണ്ട്. മെയിൻലി ഞാൻ അൺഅക്കാഡമിയുടെ നോക്കാറുണ്ട്, അങ്ങനത്തെ കുറച്ച് ക്ലാസ്സസ്. പിന്നെ ഉള്ളത് പിന്നെ സ്ലീപ്പി ക്ലാസ്സസ് നോക്കാറുണ്ട്. സ്ലീപ്പി ക്ലാസ്സസിൻ്റെ നേരത്തെ 5 മിനിറ്റ് സീരീസ് ഒക്കെ കാണുമായിരുന്നു. ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആൻസർ റൈറ്റിംഗ് സെക്ഷനാണ് കേട്ടോ മെയിൻലി ആയിട്ട് കാണുന്നത്. പിന്നെ ഞാനിപ്പോൾ സ്റ്റാൻഡേർഡ് സബ്ജക്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ടൈം ടേബിൾ ഞാൻ എടുത്തത് പ്രിപ്പ് IAS എന്നാണ് ഞാൻ എടുത്തത്. പ്രിപ്പ് IASൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അവർ സ്റ്റാൻഡേർഡ് സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ ആ ടൈം ടേബിളാണ് ഞാൻ സ്റ്റാൻഡേർഡ് സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. പിന്നെ UPSC ഗൈഡൻസിന് വേണ്ടി ഞാൻ 2 ചാനൽസ് നോക്കുന്നുണ്ട്. 2 ചാനൽസാണ്. ഒന്നാമത്തേത് മനോജ് ജിന്തൽ IAS എന്ന് പറഞ്ഞ സാറിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ നോക്കുന്നുണ്ട് ഗൈഡൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നോക്കുന്നത് IAS PCS പദശാല എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതാണ് ഞാൻ UPSCയുടെ ഗൈഡൻസിന് വേണ്ടി നോക്കുന്നത്. സോ ഇത്രയാണ് ഞാൻ നോക്കുന്ന റിസോഴ്സസ്. തീർന്നിട്ടില്ല കേട്ടോ, ഇനി കുറച്ച് വെബ്സൈറ്റും കൂടിയുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ആ വെബ്സൈറ്റ് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ലൈറ്റ് ഏകദേശം പോവാറായി. സോ നമുക്കതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ വെബ്സൈറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്സാണ്, നിങ്ങൾക്ക് വാല്യൂ അഡീഷന് നന്നായിട്ട് യൂസ്ഫുൾ ആവും ആ വെബ്സൈറ്റൊക്കെ. സോ അത് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്നാളായിരിക്കും പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെക്റ്റിക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓപ്ഷണൽ നമുക്ക് തീർക്കണം ഉള്ള കാരണം ഭയങ്കര ഇതായിട്ടാണ് പോകുന്നത്. കുറേ ഉണ്ട് പഠിക്കാൻ വേണ്ടി ഓപ്ഷണലുള്ള കാരണം. സോ ടൈം എടുക്കും. മറ്റന്നാൾ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് വെബ്സൈറ്റ്, വാല്യൂ അഡീഷന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ അത് മറ്റന്നാൾ അപ്ലോഡ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ, കമൻറ്റ് സെക്ഷനിൽ പറയുക പ്രിലിംസ് പാസ്സായെങ്കിൽ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ബൈ, ടേക്ക് കെയർ.